എല്ലാവർക്കും നമസ്കാരം. എല്ലാ മലയാളികൾക്കും ആദ്യമായി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒത്തിരി നന്മകൾ നേർന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളം വളരെ സങ്കടാവസ്ഥയാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ സമാധാനം ഇല്ലാതെ തീരുകയാണ്. പരസ്പരം കലഹിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് തെരുവ് നായ്ക്കൾ മനുഷ്യനെ കടിച്ചു കീറുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ അതിപ്രസരം മൂലം തമ്മിൽ വിദ്യാർത്ഥികളടക്കം സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം കലഹിച്ച് അടിയുണ്ടാക്കുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞ് കത്തിയും കടാരിയൊക്കെ കൊണ്ട് നടക്കുന്നത്. അത്രയ്ക്കും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. ഈ സങ്കടാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പരസ്പരം കലഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ മനുഷ്യ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് മാലിന്യ കൂമ്പാരം, എവിടെ നോക്കിയാലും മാലിന്യങ്ങൾ, മനുഷ്യൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ തലത്തിലും ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി പോകുന്ന ഈ സമയത്ത് ഇനിയെങ്കിലും നല്ല മനുഷ്യരെല്ലാവരും ചിന്തിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്നാണ് ഈ 2025 ക്രിസ്മസ് ദിനത്തിലും പുതുവത്സരം വരാൻ പോകുന്ന 2026 പുതുവത്സരത്തിലും ഞാൻ നിങ്ങളുടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും നന്മയ്ക്കായി, നല്ലൊരു നാടിനായി ഒത്തൊരുമിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും 2025 ക്രിസ്മസ് മംഗളാശംസകളും 2026 പുതുവത്സരാശംസകളും നേരുന്നു. എല്ലാവർക്കും നല്ലൊരു നാളേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും